ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആദ്യമായി എല്ലാവർക്കും ഒരു സുപ്രഭാതം നേരട്ടെ. ഇന്ന് രാവിലത്തെ ചില വിശേഷങ്ങളാണ്. അതായത് പുട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. പുട്ടിൻ്റെ കൂടെ കടല കൂടെ ആയാലോ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പുട്ടും കടലക്കറി. ഈ കടലക്കറിക്കൊരു പ്രത്യേകത ഉണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എളുപ്പത്തിലൊരു കടലക്കറി, വളരെ പെട്ടെന്ന്, വളരെ നിയമപരമായിട്ട്, വളരെ ഇതായിട്ടൊക്കെ നമുക്ക് ആർഭാടമായിട്ടും കടലക്കറി വയ്ക്കാം. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് എളുപ്പത്തിലൊരു കടലക്കറി കേട്ടോ. അതെങ്ങനെയാണെന്ന് ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും എളുപ്പമാണല്ലോ എല്ലാം വേണ്ടത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണ്. ഇത് നമുക്ക് കുതിർത്ത് കഴുകിയാണ് ഞാൻ വെള്ളത്തിലിട്ട്, എന്നാലും ഒന്നുകൂടെ കഴുകാം. കുക്കറിലേക്ക് കടലയിട്ടു. എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെ, എങ്കിലും ഇന്ന് സരസ്വതി ടീച്ചർ അങ്ങനെ ചെയ്യുന്നത് നോക്കാമല്ലോ എളുപ്പത്തിന്. കുട്ടികൾക്ക് പരീക്ഷയൊക്കെ തുടങ്ങുകയാണല്ലോ, അപ്പോൾ എല്ലാവർക്കും തിരക്കാണല്ലോ. എളുപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചിട്ട് കുട്ടികളുടെ അടുത്തിരിക്കണമല്ലോ അല്ലേ. അപ്പോൾ കടല ഇട്ടു. ഇനി നമുക്ക് ഒരു വല്യുള്ളി, ഒന്നേ ഒന്ന് ഞാൻ അതിലോട്ട് ഒരു വെളുത്തുള്ളി, ചെറുതായോണ്ട് 2 ഉള്ളി എടുക്കാം കേട്ടോ. വലിയ ഉള്ളി ചെറുതായോണ്ട് 2 എണ്ണം എടുക്കാം. പിന്നെ സൗണ്ടൊക്കെ ഉണ്ടോ കുട്ടികളെ അറിയില്ല. അപ്പോൾ 2 ചെറിയ സവാള, രണ്ടാമത്തേത്. എളുപ്പം വയ്ക്കാം. ഇത് മെല്ലെ സാവകാശത്തിൽ തേങ്ങയൊക്കെ വറുത്തരച്ച് വയ്ക്കാം. ഇതങ്ങനെയല്ല. 2 സവാള, വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ ഇരുന്നോട്ടെ. ഗ്യാസല്ലേ ഇതൊക്കെ, ഗ്യാസ് വരുന്നല്ലേ. അപ്പോൾ അത് ഒരു 2-3 അല്ലി വെള്ളുള്ളി. ഇതെല്ലാം കൂടെ ഞാനൊന്ന് കഴുകി എടുക്കുന്നത് വരും. ഇനി ഞാനത് നോക്കൂ, ഇത് ഞാൻ ഇതിലോട്ടൊന്ന് അരിഞ്ഞിടട്ടെ. കുക്കറിലിടുക, അല്ലാണ്ട് വലിയ സമചതുരത്തിലൊന്നും വേണ്ട. വലുതായിട്ട് മുറിക്കാലും കുഴപ്പമൊന്നുമില്ല. ആ 2 എണ്ണം ഇതിലോട്ട് അരിഞ്ഞിട്ടു. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാം. തിളപ്പിച്ചാർച്ച വെള്ളം ഇതിൽ ഇരിപ്പുണ്ടല്ലോ. ഇവിടെ മാഷയ്ക്ക് ഇത്തിരി ഗ്രേവി കൂടുതൽ വേണം, അതുകൊണ്ട് ഇത്തിരി ഏറെ വെള്ളം ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പെടുക്കാം. ഉപ്പ് പൊടിച്ചിവിടെ വെച്ചിട്ടുണ്ട്, കല്ലുപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. 1/2 സ്പൂൺ മുളക് പൊടി മതി. ഒന്നും കൂടുതലായത് കേട്ടോ, അധികമായ ഇത് പട്ട. കൽപ്പാത്തി തേരുകടയ്ക്ക് പോയപ്പോൾ 2 കൊല്ലം മുമ്പ് മേടിച്ചതാണ് പട്ട. കണ്ടല്ലോ.
ഇനി ഇല പെട്ടെന്നാകും. എല്ലാം കൂടെ ഇത്തിരി സമയം മതി കേട്ടോ. ഇനി ഇത്തിരി ഗരം മസാലപ്പൊടി എടുക്കട്ടെ. ശകല ഗരം മസാലപ്പൊടി. സാധാരണ ഞാനിവിടെ ഗരം മസാലപ്പൊടി പൊടിച്ച് വയ്ക്കുന്ന അത് കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ സാധനം മേടിച്ചപ്പോൾ കടയിൽ നിന്ന് ഗരം മസാലപ്പൊടി മേടിച്ചിട്ടുണ്ട്. ശകലം. ഇതൊക്കെ ഒരുപാടായ കുത്തൽ വരാൻ പാടില്ല. വളരെ കുറച്ച്, വളരെ കുറച്ച്. ഇത്തിരി മതി കേട്ടോ. ഇത്രയും ഞാൻ ഇടില്ല കേട്ടോ, മതി. ഒരുപാടായ അതിൻ്റെ മണം വന്ന് ഒരു മണത്തിനേ ഇടാവൂ, കുത്തൽ വരാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചു. നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. എളുപ്പമായി കേട്ടോ. വളരെ എളുപ്പമാണ്. സോറി, ഇന്നലത്തെ കുമ്പിളപ്പമൊക്കെ ഇരിക്കുന്നു, നിറയെ ഇരിക്കുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ നിറയെ അധികം വരും. ഇതിനി ഒന്നിനും പറ്റില്ലല്ലോ. നിറയെ ഇരിക്കുന്നു, കൊഴുക്കട്ട ഇരിക്കുന്നു, എല്ലാം ഉണ്ട്. അതിനും പോവും. തീ കത്തിക്കാം, അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചു. ഇനി നമുക്ക് ഒരു 4 സ്റ്റീം വരട്ടെ. 4 സ്റ്റീം വരട്ടെ. 4 സ്റ്റീം വരുമ്പോൾ നമുക്ക് അത് ഓഫാക്കാം. ഇത് ഓഫാക്കിയതിന് ശേഷം ഇനിയുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ നിന്ന് ഒരു പിടി എടുത്തു മാറ്റണം. അതാറുമ്പോൾ ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കണം. മിക്സിയിലിട്ട് അരച്ച് ചേർക്കണം. ഇതിനകത്ത് മസാലക്കൂട്ടുകളെല്ലാം ഉണ്ട്. ഉള്ളിയുണ്ട്, വെള്ളുള്ളിയുണ്ട്, വലിയ ഉള്ളിയുണ്ട്, ഒരു കഷ്ണം ചെറിയുള്ളി, ഇഞ്ചി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിന് ഒരു പിടിയെടുത്ത് അരച്ച് ചേർക്കണം. ഇതിനകത്ത് അരച്ച് ചേർത്ത് ഒന്ന് കടുക് താളിച്ചാൽ മാത്രം മതി. കടലക്കറി റെഡി. അപ്പോൾ നിങ്ങളുടെ സമയം ഞാൻ മെനക്കെടുത്തുന്നില്ല. ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾ കടലക്കറി ഉണ്ടാക്കണം. ഇനി പുട്ടുപൊടി നനയ്ക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. കൈകൊണ്ട് തൊടുകയേ വേണ്ട പുട്ടുപൊടി നനയ്ക്കാൻ. 1 ഗ്ലാസ് പുട്ടുപൊടി മതി ഞങ്ങൾക്ക്. അപ്പോൾ ഞാനത് കാണിക്കാം. ഒറ്റ ഗ്ലാസ് പുട്ടുപൊടി മതി കേട്ടോ. 1 ഗ്ലാസ് പുട്ടുപൊടി. ഞാനിപ്പോൾ ഗ്ലാസ്സിലൊന്നും എടുക്കുന്നില്ല. തവി കൊണ്ട് പോയി ഇടാൻ പോവാം. പുട്ടുപൊടി ഉണ്ടോ? 1, 2, ഇത്തിരി കൂടെ 2.5 തവി. 2.5 തവി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 2 ഗ്ലാസ്സാണ് കേട്ടോ. ആ കടല വേകുമ്പോഴത്തേക്ക്, കടലയിൽ ഇനി ഒന്നും ചേർക്കാനില്ല. അത് ഇത്തിരി കടല വെന്തതിനെ അരച്ച് അതിനകത്തേക്ക് കലക്കിയിട്ട് കടുക് താളിച്ചാൽ മാത്രം മതി കേട്ടോ. കടലക്കറിയാണ്. നമുക്ക് എളുപ്പം ആകാൻ വേണ്ടിയുള്ള കാര്യങ്ങളായി ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളോട്. കാരണം പരീക്ഷയൊക്കെ അല്ലേ. അപ്പോൾ കുട്ടികളുടെ പിന്നാലെ ഇരിക്കണമല്ലോ. ഇപ്പം അമ്മമാരും അച്ഛന്മാരും ഒക്കെ ലീവ് എടുത്തിരിക്കുന്ന കാലഘട്ടമല്ലേ പരീക്ഷ. ഇപ്പോഴും നല്ല പണ്ടും. ഒരല്പം ഉപ്പുപൊടി ഇട്ടിട്ട് അല്പം ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇടുക. എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ചുള്ള ഉപ്പുപൊടി. നിങ്ങളുടെ വീട്ടിൽ ആവശ്യമാണല്ലോ നിങ്ങളുടെ കണക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ കൈകൊണ്ട് തൊടുകയേ വേണ്ട. ഇത് നികന്ന് കിടക്കത്തക്ക ഒരു വെള്ളം ഒഴിച്ച് അടച്ച് അവിടെ വയ്ക്കുക മതി.
നിങ്ങൾക്ക് തോന്നില്ലേ ഇത് വെള്ളം അധികമാണില്ല? ഇത് കലക്കി അവിടെ വയ്ക്കുക. ഈ കടലയുടെ കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് അവിടെ കുതിർന്നിരിക്കും. പിന്നെ സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കുക, സ്പൂണ് കൊണ്ട് വാരി ഇടുക, നമ്മൾ കയ്യെ തൊടണ്ട. അപ്പോൾ എത്ര പൊടിയെടുക്കുന്നോ ആ പൊടിയുടെ നികക്ക വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് അവിടെ വയ്ക്കുക. വെള്ളം ആയിപ്പോയെന്ന് ചിന്തിക്കുക വേണ്ട. എത്ര പൊടിയെടുക്കുന്നു അതിൻ്റെ നികക്ക വെള്ളം. പുട്ടുപൊടി നനയ്ക്കുന്നതിനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതെടുത്ത് മാറ്റി അവിടെ വയ്ക്കാം. ഈ കടലയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിരിക്കും. പിന്നെ പുട്ടുകുറ്റി വയ്ക്കുക, ചൂടുക. ചൂടുകല്ല, പുട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഇതോടുകൂടി രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയി. ഈ പുട്ടുപൊടി അവിടെ ഇരിക്കണം. ഇത് എൻ്റെ കുഞ്ഞമ്മയുടെ മകളാണ് ഈ സൂത്രപ്പണി, എളുപ്പപ്പണി എനിക്ക് പറഞ്ഞു തന്നത്. അതായത് കുറേ നേരം നനച്ചുകൊണ്ടിരിക്കണ്ട. പിന്നെ വേറൊന്ന്, പുട്ട് നമ്മൾ ആദ്യം സാധാരണഗതി ഉപ്പും വെള്ളവും നനച്ച് പുട്ട് ഒഴിച്ച് നനയ്ക്കുകയല്ലേ. പക്ഷേ നിങ്ങൾ നോക്കൂ, കുറച്ച് സമയം കഴിഞ്ഞ് പുട്ടുണ്ടാക്കാൻ തരുമ്പോൾ അത് ആദ്യം നനയ്ക്കുന്നതിന് മുമ്പ് എങ്ങനെ ഇരുന്നു അതേപോലെ ഡ്രൈ ആയിട്ടിരിക്കും. ചിലർ അതിനെ നനച്ചപ്പോൾ പുട്ട് വാരി വയ്ക്കും. അങ്ങനെ വെച്ചാൽ പുട്ട് സോഫ്റ്റ് ആകുകയില്ല. അങ്ങനെ ചെയ്യുന്നവർ വീണ്ടും വീണ്ടും അതിന് 2-3 പ്രാവശ്യം നനയ്ക്കണം കേട്ടോ. അതേസമയം ഇങ്ങനെ ചെയ്താൽ, അതായത് എത്ര പൊടി ആവശ്യമുണ്ടോ അത്രയും പൊടി നികക്ക വെള്ളമൊഴിച്ച് നനച്ച് വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ട് അവിടെ വെച്ചാൽ ഈ കടല വേകുമ്പോഴത്തേക്ക്, ഈ കടല റെഡിമെയ്ഡ് പെട്ടെന്ന് വേകുന്ന കടലയാണ് കേട്ടോ. പെട്ടെന്ന് വേകുന്ന മീൻസ് നമ്മൾ എളുപ്പം ഒരു തട്ടിക്കൂട്ട് കടലക്കറി. തട്ടിക്കൂട്ട് കടലക്കറി എളുപ്പത്തിലൊരു കൂട്ടും. അതാണ്. എല്ലാം കൂടെ 10 മിനിറ്റ് മതി. ഈ 4 സ്റ്റീം വരുന്ന താമസമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാകുന്നേ ഉള്ളൂ. ഇപ്പം അടുപ്പ് കത്തുന്നോ നോക്കി കേട്ടോ. ഇത് 4 സ്റ്റീം വന്നാൽ ഉടനെ തന്നെ മാറ്റി വെച്ചിട്ട് പുട്ടിൻ്റെ കുറ്റി അടുപ്പത്ത് വയ്ക്കുക. അപ്പോഴത്തേക്ക് ആ പൊടി കറക്റ്റ് നനഞ്ഞിരിക്കും. അതിനെ സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കുക. എന്നിട്ട് പൊടി വാരി, നാളികേരം ചില്ലിലിട്ട് പൊടി വാരി, ഓർമ്മത്തെറ്റ് കൊണ്ട് ആരും ചില്ലിടാതിരിക്കരുത് കേട്ടോ. നാളികേരം പിന്നെ ആദ്യം ചില്ലിലിട്ടിട്ട് പൊടി വാരി വയ്ക്കുക. പൊടി വാരി ഇട്ടിട്ട് അതിൻ്റെ നടുക്ക് 2 ചില്ലായിട്ട് എടുക്കണം ഒരു കുറ്റിപ്പുട്ട്. ഒന്നായിട്ട് എടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ 2 ചില്ലായിട്ട് എടുക്കും. ഒരു ചില്ല എനിക്ക് വരും മാഷക്ക്. പുട്ടിൻ്റെ ഒരു രീതി അതാണ്. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് ഒരു ഹാഫ് കുറ്റി പൊടി ഇട്ടിട്ട് അതിൻ്റെ മീതെ കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് വീണ്ടും വാരി ഇട്ട് കുറ്റി നിറയുമ്പോൾ ഒരു ലേശം നാളികേരം കൂട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുക. പുട്ടുകുറ്റി അടുപ്പത്ത് വെച്ച് പുട്ടുകുടം അടുപ്പത്ത് വെച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് പുട്ട് വേകും. പുട്ട് ആവി വന്നാൽ ഉടനെ നിങ്ങൾ എടുക്കരുത്. പുട്ട് ആവി വന്നിട്ട് ആവിയിൽ ഒരു 4 മിനിറ്റെങ്കിലും വേകണം. ചില ആവി വന്നാൽ ഉടനെ വാങ്ങി വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പൊടി നനയ്ക്കുന്നതിനും പുട്ട് ഉണ്ടാക്കുന്നതിനും ഒക്കെയുള്ള ചില എളുപ്പ വിദ്യകളാണെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇനി ഇത് വേകുന്നിടം വരെ ഇരുന്ന് പറഞ്ഞ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പം 4 വിസിൽ വരുമ്പോൾ ഇത് നല്ലോണം വെന്ത് കഴിയും. ഇതിന് ഒരു പിടി എടുത്ത് അരയ്ക്കണം. ഇതിനകത്ത് ഇഞ്ചി പച്ചമുളക് ഇട്ടില്ല. ഇഞ്ചി കറിവേപ്പില ഇട്ടില്ല. കറിവേപ്പില കടുക് താളിക്കും ഇടാം. ഇപ്പം ഇട്ടാലും കുഴപ്പമില്ല. ഇതിനകത്ത് ഇഞ്ചി, ചെറിയുള്ളി, വലിയുള്ളി, ഇത് ഒരു ഗ്ലാസ്, വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് കടല ഇന്നലെ കഴുകി വാരി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇന്ന് അത് ഒന്നുകൂടെ കഴുകി വാരി കുക്കറിലേക്കിട്ട് അതിന് ആവശ്യാനുസരണമുള്ള വെള്ളം, ഏകദേശം നികക്ക വെള്ളം ഒഴിക്കണം. വലുതാണെങ്കിൽ 1 സവാള, ചെറുതാണെങ്കിൽ 2 സവാള. ഇത് 2 സവാള, ഒരു 4 അല്ലി വെള്ളുള്ളി, ഇത്തിരി
കറുവപ്പട്ട, ഒരിത്തിരി ഗ്രാമ്പു, ഇതല്ല ഗരം മസാലപ്പൊടി. ഞാൻ ഗരം മസാലപ്പൊടി ഇട്ടു. ഗരം മസാലപ്പൊടി ഇടുമ്പോൾ കൂടി പോകരുത്. ഒരു കുത്തു വന്നാൽ, അതിൻ്റെ ഒരു വല്ലാത്ത മണം വന്നാൽ, രുചി വന്നാൽ കടലയുടെ രുചി മൊത്തത്തിൽ പോകും. അപ്പോൾ ഒരല്പം പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് 4 സ്റ്റീം വരുമ്പോൾ നമ്മൾ വാങ്ങി മാറ്റി വയ്ക്കുക. ആറി കഴിയുമ്പോൾ അതിന് ഒരു പിടി കടലയെടുത്ത് മിക്സിയിൽ അരയ്ക്കുക. മിക്സിയിൽ നമ്മുടെ ഇഷ്ടം അരയ്ക്കുക. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്ത് എല്ലാ കൂട്ടുമുണ്ട്. മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കടുക് താളിക്കുക. ഒരു പിടി ചെറിയുള്ളി, 2 വറ്റൽമുളക്, പറഞ്ഞിരിക്കുന്നതിന് പിന്നെ ഒരു പിടി ചെറിയുള്ളി, 2 വറ്റൽമുളക്, ഒരു പിടി കടുക്, ഒരു പിടി കറിവേപ്പില, എല്ലാം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആദ്യം കടുക് ഇടുക, പിന്നെ വറ്റൽമുളക് ഇടുക, പിന്നെ ഉള്ളി ഇടുക. അത് നിങ്ങളുടെ ഇഷ്ടം. ആസ് പ്ലീസ്. കടകട 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 പൊട്ടുക. പൊട്ടുമ്പോഴത്തേക്ക് കറിവേപ്പില വിട്ട് ഇതിലേക്ക് ഒഴിക്കുക കടല. പിന്നെ ഉപ്പുളം വയ്ക്കുക. പുട്ടിൻ്റെ പൊടി ഏകദേശം ആയി വരുന്നു. ചില്ല് വെക്കുക, നാളികേരം ഇടുക. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ. ഞാനിത് ചില നുറുങ്ങുകൾ പറഞ്ഞ് നിങ്ങൾക്ക് എളുപ്പത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്ന് മാത്രം. ഇത് വറുത്തരച്ച് വയ്ക്കാം. കടല നമുക്ക് തേങ്ങ വറുത്തരച്ച് ഈ കടലക്കറി വയ്ക്കാം. അത് കുറച്ചും കൂടി നന്നായിട്ട് സമയമെടുക്കും. ഇത് രണ്ട് ടേസ്റ്റ് തന്നെ ഉള്ളൂ. നല്ലതാണ്. ഈ കടലക്കറി, ഈ പുട്ടുമാണ് ഇന്നിവിടുത്തെ പ്രഭാത ഭക്ഷണം. ഈ പ്രഭാത ഭക്ഷണം ഒരു സ്റ്റീം കൂടി ഇത് വന്നാൽ മതി കേട്ടോ. ഓഫാക്കാം. നമുക്ക് ഓഫാക്കി ഇനി ഞാൻ ഒരു റൗണ്ട് ഒന്ന് ഓടി ഒന്ന് നടന്നേച്ച് വരട്ടെ. എൻ്റെ കാലിൻ്റെ പ്രശ്നമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഓടാൻ പറ്റിയില്ലേലും നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഒരു റൗണ്ട് ചുറ്റിയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് പാകമായിട്ട് കൊണ്ടിരിക്കും. അതിനുശേഷം അതിനെ എടുക്കുക. നനച്ച് വെച്ചിരിക്കുക പുട്ടിന്. പിന്നെ ഒരു കുറ്റി പുട്ട് മതി ഞങ്ങൾക്ക്. അവരവരുടെ വീട്ടിലെ ആവശ്യത്തിനെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ സുപ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് ഗംഭീരമായ കാര്യങ്ങളൊന്നും സരസ്വതി ടീച്ചർക്ക് പറയാൻ ഇല്ല. അപ്പോൾ ചെറിയ 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 കാര്യങ്ങൾ ഈ കുഞ്ഞടുക്കളയിൽ നിന്നുകൊണ്ട്, ഈ വളരെ പഴകിയ ഈ അടുക്കളയിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ അടുക്കളയുടെ ഭംഗിയെ ഒന്നും കാണുകയില്ല. കാരണം വർഷങ്ങളായി, ഏകദേശം 45 വർഷമായി ഞങ്ങൾ വീട് വെച്ചിട്ട്. അതിൻ്റെ അപാകതകളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളെപ്പോലെ വീടിനും പ്രായമാകുമല്ലേ. പിന്നെ ഇപ്പോൾ ഇതിലൊന്നും ചെയ്യാൻ പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല. എന്തിനാ ഇനി ഇതിലൊന്നും ചെയ്യേണ്ട, ഒരു റിപ്പയർ ചെയ്യാനൊന്നുമില്ല. അടുക്കളയുടെ ഒരു സൈഡ് ഇത്തിരി ടൈൽസ് പൊട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. പുതിയ വീട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. കണ്ടല്ലോ നിങ്ങളുടെ വീഡിയോയിൽ എൻ്റെ വീട്. എത്ര കാലത്തെ കഷ്ടപ്പാടും കാത്തിരിപ്പും ആഗ്രഹത്തിനും സ്വപ്നത്തിനുമൊക്കെ ശേഷം വളരെയധികം ക്ലേശങ്ങളിലൂടെയാണ് ഈ വീട് വെച്ചത്. അന്നത്തെ കാലത്ത് ശമ്പളമൊക്കെ കുറവല്ലേ. 2 അധ്യാപകർ ശമ്പളം കുറവാണ് ടീച്ചേഴ്സിന്. പക്ഷേ ഇന്നത്തെ പോലെ റെസ്പെക്റ്റ് കിട്ടിയിരുന്നു സമൂഹത്തിൻ്റെയും കുട്ടികളുടെയും കയ്യിൽ നിന്ന്. ഇപ്പോൾ അതില്ലല്ലോ. ഇപ്പോൾ ശമ്പളം ഇഷ്ടം പോലെ അധ്യാപകർക്ക്. ഞങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത് 1.5 ലക്ഷം രൂപയാണ്. ഇന്ന് 50 ലക്ഷം രൂപ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏറ്റവും ജൂനിയറായിട്ടുള്ള ഒരു അധ്യാപകൻ ഈ ഇടയ്ക്കൂടെ എന്നെ കാണാൻ വന്നത്. അപ്പോൾ പറഞ്ഞത് റിട്ടയർ ചെയ്തപ്പം 47 ലക്ഷം രൂപ കിട്ടിയെന്നാണ്. പക്ഷേ ഞങ്ങളുടെ വളരെ ജൂനിയറായിട്ടുള്ള പയ്യനായിരുന്നു. ഇപ്പോഴാണ് പുള്ളി 56 വയസ്സായത്. ഇപ്പോൾ പിരിയുന്നവർക്കൊക്കെ നല്ല ശമ്പളം, പെൻഷനാണ്. അന്ന് ലക്ഷങ്ങൾ എന്ന് പറയുന്ന ഒരു തുക കണ്ടതും അന്നാണ്. 1.5 ലക്ഷം രൂപയാണ് കിട്ടിയത്. മാസക്കും 1.5 ലക്ഷം രൂപ കിട്ടി. ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഏണിങ്സ്. പക്ഷേ എൻ്റെ ചെറിയ മകൻ 1-ാം ക്ലാസ്സിലായപ്പോൾ തന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട്, കുട്ടികൾ പുറത്തു പോയതിന് ശേഷം ഒന്നുമല്ല ഞങ്ങൾ വീട് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അധ്വാനത്തിൽ, ഞങ്ങളുടെ കഷ്ടപ്പാടിൽ, ഞങ്ങളുടെ വിയർപ്പിൻ്റെ ഉപ്പാണ് ഈ സരയു എന്ന വീട്. ഞാൻ ഇത്രയും പറഞ്ഞെന്ന് ഇതിനിടയിൽ പിന്നെ ഒരുപാട് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ന്യൂജൻ കുട്ടികൾക്ക്, ന്യൂജൻ ആൾക്കാർക്ക്, പെണ്ണൊക്കെ ആണെന്നോ ഞാൻ പറയുന്നില്ല, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്? ഇതിൻ്റെ മുഴുവൻ കാരണം ഈ ലഹരി സാധനങ്ങളാണ്. ലഹരിയെ പൂർണ്ണമായിട്ടും
ഈ നമ്മുടെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അതോട്ട് നടക്കാനും പോകുന്നില്ല. നടക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, നടക്കുമോ എന്നറിയില്ല. എങ്ങനെ ഈ ലഹരി രോഗികളുടെയൊക്കെ കൈ പിടിയിലല്ലേ നമ്മൾ അമർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വയം നമ്മുടെ രക്ഷ നോക്കുക, നമ്മൾ സ്വയം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. നമ്മൾ വിചാരിക്കണം. നമ്മളെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ട് ഒരാളുടെ ആയുസ് നിശ്ചയിക്കുന്നത് ഈശ്വരനായിരുന്നു. ഇപ്പോൾ ഒരാളുടെ ആയുസ് നിശ്ചയിക്കുന്നത് വേറൊരാളാണ്. വേറൊരാൾക്ക് ഇഷ്ടമില്ലെന്ന് തോന്നിയ ആ ആളിനെ കൂടി ഒന്ന് കൊന്നേക്കുക. അതൊക്കെ എന്ത് കഷ്ടം പിടിച്ച കാര്യങ്ങളാണല്ലേ. ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു പാറ്റ അതിനെതിരെ ഓടിയാൽ എനിക്ക് മാഷ അതിന് ചെരുപ്പ് കൊണ്ടടിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വെപ്പാണ്. ഞാനങ്ങനെ ചൂടുകൊണ്ട് ഓടിച്ചു വിടും. അപ്പോൾ ഈ സുപ്രഭാതത്തിൽ പുട്ടും കടലയുമാണ് ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ആദ്യം തന്നെ ഇതങ്ങ് ചെയ്തു. കാരണം 8:15 ഇൻസുലിൻ എടുക്കാൻ സിസ്റ്റർ വരും. എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഇൻസുലിൻ എടുക്കാൻ ഒരു കൈവറയിൽ മറ്റേ ഞാൻ തന്നെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കാലം വരെ ഇനിയും ഉഷ നീ വന്ന്, ഉഷ എന്നാ ആ കുട്ടി സിസ്റ്ററുടെ പേര്, എൻ്റെ സ്റ്റുഡൻറ്റ് മനോജിൻ്റെ വൈഫാണ്, നല്ല കുട്ടിയാണ്. ഈ ഇടയ്ക്ക് പലപ്പോഴൊക്കെ അവളെ എനിക്ക് വയ്യാതാകുമ്പോൾ വന്ന് ഇൻസുലിൻ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കാലം വരെ നീ വന്ന് ടീച്ചർക്ക് ഇൻസുലിൻ എടുത്തു, ഇനിയും വയ്യാതെ വരുമ്പോൾ കൈവറയിൽ കൂടും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന മാഷക്കും പേടിയായി ഇൻസുലിനൊക്കെ എടുക്കാൻ. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ പുരാണങ്ങൾ ഇത്രയും രാവിലെ പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ മഹാശിവരാത്രിയൊക്കെ കഴിഞ്ഞു. ഇന്നെല്ലാവരും നല്ല മനസ്സോടും നല്ല ശരീരത്തോടും കൂടി ഉണർന്ന് എഴുന്നേറ്റിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുട്ടും ചെറുപയറും നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് എല്ലാം എന്താ ടീച്ചറെ കാണിച്ചു തരേണ്ടത്. കാണിക്കാനൊന്നും ഇതൊക്കെ കാണിക്കാതിരുന്ന മണിക്കൂർ എത്ര പോകും. ഇതൊക്കെ ഇനി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പാചകങ്ങളൊക്കെ ഇനി ഓറലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സുപ്രഭാതം ധന്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം. നിങ്ങളുടെ പ്രിയപ്പെട്ട സരസ്വതി ടീച്ചർ. സരസ്വതി സരയൂരിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാലും എല്ലാവരും അതിൻ്റെ കമൻറ്റ് ഇടണം. ഇത് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ എളുപ്പപ്പണി ഷെയർ ചെയ്യണം എന്ന് നിങ്ങളോടെല്ലാം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച്.